ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് അധികം ആയിട്ടില്ല. പക്ഷേ എനിക്കത് ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്തിട്ട് ഒന്നും ചെയ്യാൻ തുടങ്ങിയിട്ടുമില്ല. പക്ഷേ എന്നിരുന്നാലും എൻ്റെ ടൈമിൽ കിട്ടുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ റീസെൻ്റായിട്ടാണ് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എനിക്ക് ഒത്തിരി സബ്ബൊന്നുമില്ല, കുറച്ച് സബ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ നാളായിട്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ നല്ലൊരു വീഡിയോ ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി അങ്ങോട്ട് നോക്കുന്നത് എൻ്റെ മോൾ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ അവൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ 2-3 തവണയായിട്ട് അവൾ ബെഡിൽ നിന്ന് താഴെ വീഴുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ടേക്ക് നോട്ടം പോകുന്ന കേട്ടോ. അപ്പോൾ കുറേ നാളായിട്ട് എന്തെങ്കിലും നല്ലൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഇപ്പം ചെയ്യാം. അപ്പം ഒന്നും താമസിക്കേണ്ട, വീഡിയോ എടുത്ത് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. നിങ്ങൾക്കൊക്കെ എനിക്ക് കാണുമ്പോൾ അറിയാം, ഞാൻ ആക്ച്വലി ഇപ്പോൾ എഴുന്നേറ്റിട്ട് കുറച്ച് നേരം ആയിട്ടേ ഉള്ളൂ. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അതായത് ഞാൻ ഒരു സാധനം ഫേസ് വാഷ് പോലും ചെയ്തിട്ടില്ല. ജസ്റ്റ് ബ്രഷ് ചെയ്തിട്ട് വന്നിരിക്കുന്നൊരു സമയമാണ് കേട്ടോ. എന്നിട്ട് കുറച്ച് കയ്യിലൊരു ടീയും ഉണ്ട്, വേറെ ഒന്നുമില്ല. അപ്പോൾ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുറേ കാലമായിട്ട് സ്കിൻ കെയർസ് ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. പണ്ടൊക്കെ ആയിരുന്ന സമയത്ത് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ സ്കിന്നിനെ നമ്മൾ ടേക്ക് കെയർ ചെയ്തുകൊണ്ട് പോകുന്ന ഒരാളായിരുന്നു. ഇപ്പം കുറേ കാലമായിട്ട് ഞാൻ ഒന്നും ചെയ്യാറില്ല. ഈവൻ ഇപ്പോൾ സെക്കൻഡ് ബേബി ഉണ്ടായതിന് ശേഷം അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം പോലും ഞാൻ സ്കിന്നിൽ അപ്ലൈ ചെയ്യാറില്ല. ഈവൻ ഫേസ് വാഷ് പോലും ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ കാലമായിട്ട് എനിക്കിങ്ങനെ ഫേസ് ഭയങ്കരമായിട്ട് ഡള്ളായിട്ട് പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. പിന്നെ ഉറക്കമില്ലാത്തതിൻ്റെയൊക്കെ കുറേ സംഭവങ്ങൾ നമ്മുടെ ഫേസിൽ ഓട്ടോമാറ്റിക്കലി വരുമല്ലോ. ഇപ്പോൾ ബേബി ഉണ്ടായതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ടല്ലോ, എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസ് ഭയങ്കരമായിട്ട് ഡള്ളായി തുടങ്ങി. അപ്പം ഞാൻ ഈ റീസെൻ്റായിട്ട് ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചു. പെയ്ഡ് പ്രമോഷനൊന്നും ആയില്ല, കാരണം അത്രയൊന്നും ആയിട്ടില്ല. അപ്പോൾ ഞാനൊരു പ്രോഡക്റ്റ് വെച്ചു. പക്ഷെ അതെനിക്ക് പേഴ്സണലി നന്നായിട്ട് ഫീൽ ചെയ്തുകൊണ്ട് മാത്രം ഇടുന്നൊരു വീഡിയോ കേട്ടോ. ചിലപ്പോൾ ഒത്തിരി ആൾക്കാർക്ക് അത് ഉപകാരപ്പെട്ടേക്കാം. ഇത് ഹൈപ്പിൻ്റെ ഞാൻ കുറേ വീഡിയോ കണ്ടതിന് ശേഷം സത്യം പറഞ്ഞ് ട്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ച പ്രോഡക്റ്റാണ്. ഇത് ഹൈപ്പിൻ്റെ ഒരു സിറമാണ്. ഡബിൾ ഷോട്ട് റേഡിയൻസ് ലിഫ്റ്റ് സിറം എന്ന് പറഞ്ഞിട്ടൊരു സിറമാണ്. ഇത് ഡേ ആൻഡ് നൈറ്റ് ഞാനൊരു 1 മന്തായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ റിസൾട്ട് നല്ല റിസൾട്ടാണ്. എനിക്ക് എൻ്റെ ഫേസിലെ ഒരു ഡൾനെസ്സൊക്കെ മാറിയിട്ട് ഒരു ബ്രൈറ്റ്നെസ് ഫീൽ ചെയ്യാൻ തുടങ്ങി ഇത് യൂസ് ചെയ്തതിന് ശേഷം. അപ്പം ഞാനൊരു 1 മന്ത് കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് വിചാരിച്ചതാണ് കേട്ടോ. ഇത് വീഡിയോ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത വീഡിയോ ഒന്നുമല്ല. ഇപ്പം ആക്ച്വലി വീട്ടിൽ ആരും ഇല്ലാത്തതുകൊണ്ടും ബേബി ഉറങ്ങുമായതുകൊണ്ടും ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതുകൊണ്ട് ഞാൻ എടുക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ ഫേസിൽ ആക്ച്വലി ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഫ്രഷ് ആയിട്ടിരിക്കുന്ന ഒരു ഫേസാണ്. അപ്പം ഇത് ജസ്റ്റ് മേ ബി എൻ്റെ ബേബി ഈ ആളിനെയാണ് ഞാൻ അവിടെ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരുന്നത്. ഇവൾ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ അപ്പം ചാടി ഇറങ്ങി വരും. എനിക്കറിയത്തില്ല, ഇപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് താഴെ വീഴുന്ന കാരണം എനിക്ക് ഭയങ്കര പേടിയാണ്. പറഞ്ഞു തീർത്തില്ല. ഇത് ആക്ച്വലി ഞാൻ കുറച്ച് മുന്നേ അപ്ലൈ ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. പക്ഷേ ഇപ്പോൾ ഇവൾ വന്നതുകൊണ്ട് അപ്ലൈ ചെയ്ത് നടക്കില്ല. ഞാൻ എന്നെ എപ്പോഴെങ്കിലും കാണിച്ചു തരാം. അപ്പം നിങ്ങൾ ആരെങ്കിലും ഇത് വ്യൂ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് വാങ്ങിച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. മേ ബി എല്ലാവർക്കും ഒരേ എഫക്റ്റ് ആയിരിക്കണം എന്നില്ല, പക്ഷെ ട്രൈ ചെയ്തിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുമോ. കാരണം എനിക്ക് മാത്രമാണോ, അതിന് ആർക്കെല്ലാം ഉപകാരപ്പെടുമോ എന്നറിയില്ല. അപ്പം ഇനിയും ഇതുപോലത്തെ കുഞ്ഞു വീഡിയോകളായിട്ടും എപ്പോഴെങ്കിലുമൊക്കെ കാണാം. ബൈ.